ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പൊങ്കൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സാധാരണ റവ പൊങ്കൽ ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പൊങ്കലിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് തൊലിയില്ലാതെ, ആ പുറത്തുള്ള പച്ച കളറിലുള്ള തൊലിയില്ലാതെ ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. മൂങ് ദാൽ എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതാണ് വേണ്ടത്. അപ്പോൾ ഇത് 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കുക്കറിലോട്ട് വേവിക്കാൻ പറ്റും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1/4 കപ്പ് പരിപ്പിന് 1 കപ്പ് വെള്ളം വേണം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി വേണ്ട, പിന്നെ നമ്മൾ പൊങ്കൽ ഉണ്ടാക്കുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വേവിച്ചെടുക്കാം. ഈ പരിപ്പ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, നല്ല സോഫ്റ്റ് ആയിരിക്കണം, അത്രയും മതി. അപ്പോൾ ഇത് അടച്ച് 4 വിസിൽ വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറന്നാൽ മതി. ഇപ്പോൾ ഇതാ പരിപ്പ് വെന്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ആയിരിക്കണം. അത് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാലും നമ്മൾ പരിപ്പ് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ? ഈ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ ആ 4 വിസിൽ നമ്മൾ വേവിക്കില്ലേ, ആ സമയവും പിന്നെ ഇതിൻ്റെ പ്രഷർ പോകുന്ന സമയവും കൂടി ഒരു 10 മിനിറ്റേ എടുക്കത്തുള്ളൂ. അതിനുള്ളിൽ വെന്ത് റെഡിയായി കിട്ടും. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ടും കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, കണ്ടോ? ഏകദേശം ഒരു 1/4 കപ്പ് വരും. അത് കളയണ്ട, അതോടുകൂടി തന്നെയാണ് നമ്മൾ പൊങ്കലിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് പൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഈ പൊങ്കലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനൊരു 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു. ഫുള്ള് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒത്തിരി വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഒരു വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് രണ്ടിനും കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ ഇത് രണ്ടും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. നമ്മൾ ഈ പൊങ്കൽ കഴിക്കുമ്പം ഇടയ്ക്ക് ആ കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ച ചുവയൊന്ന് മാറണം, അതുപോലെ കശുവണ്ടി ചെറുതായിട്ടൊന്ന് നിറം മാറണം. ഉണക്കമുന്തിരിങ്ങ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും, നിങ്ങൾക്കറിയാലോ, നല്ല ബബിള് പോലെ ആയി വരും. അപ്പോൾ അതുപോലെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെ, മുന്തിരിങ്ങ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. കശുവണ്ടിയുടെ നിറം ഒന്ന് മാറിയിട്ടുണ്ട്. ഇത് മതി. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പാക്കറ്റിൽ വറുത്ത റവ വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ വറുക്കാത്ത റവയാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് ചേർക്കുന്നതിന് മുന്നേ വേറൊരു പാനിൽ ഒരു 2-3 മിനിറ്റ് ഈ റവ ഇട്ട് ഒന്ന് വറുത്തിട്ട് ചേർക്കണം. അപ്പോൾ 1/2 കപ്പ് റവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് റവയും അളന്നെടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ആ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടും ബാക്കി അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം വരും. അത് കളയണ്ട, അതോടുകൂടി തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ഇതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് വറ്റിപ്പോവും, കണ്ടില്ലേ? ഇപ്പം അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം പൊങ്കൽ കുറച്ചും കൂടി നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഏത് പരുവത്തിനാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് ഒരുപാട് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പരിപ്പിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് കണക്കാക്കി ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് വെള്ളമില്ല, പക്ഷേ ഇങ്ങനെ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം ഇനി ഒഴിക്കുകയൊന്നും വേണ്ട.
അപ്പോൾ ഇത് നിങ്ങൾ അടച്ച് ചെറിയ തീയിലൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ റവ വെന്ത് കിട്ടും. തീ കൂട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ വെള്ളം കുറവാണ്, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. നമുക്കത് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്ന കേട്ടോ ഇഷ്ടം. ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞിരിക്കാതെ കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കുന്നതാണ് താല്പര്യം. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊങ്കൽ നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി കൂടുതൽ ഒഴിച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന വെള്ള ചമ്മന്തിയില്ലേ, അതാണ്. അത് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റി. അല്ലെങ്കിൽ പപ്പടം, അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാനും നല്ലതാണ്. ഇത് പൊങ്കൽ സമയത്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്